ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വായോ. അതിനായിട്ട് ഞാനിവിടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇഞ്ചി ചെറിയൊരു പീസ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേർമിസെല്ലി, അതായത് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. വലിയ താമസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ, ഈസി ആയിട്ട് ഉണ്ടാക്കാവേ. ഇതൊരു ബ്രൗൺ നിറമാകുന്ന വരെ നമ്മൾ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാവേ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സ്, ബീൻസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം നട്ട്സ് നമ്മൾ ചോറിലിട്ടാൽ തന്നെ എടുത്ത് പെറുക്കി മാറ്റിക്കളയും, കഴിക്കൂല. അത് കാരണം ഞാൻ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തില്ല. പിന്നെ ബീൻസും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതുമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലിട്ടാലും ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തേങ്ങ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. തേങ്ങയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇനി അതിലേക്ക് ഒരു ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ സേമിയ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലി സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടാനായിട്ട് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റും വരും. അതിന് വേണ്ടിയിട്ട് സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് ഇതിന് അധികം വേവൊന്നുമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താണല്ലോ, അപ്പോൾ അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കാതെ നല്ലപോലെ കുഴയാതെ നല്ല ഇതായിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ നല്ല കുഴയാതെ നമുക്ക് നല്ല ഒന്നിനൊന്ന് തൊടാതെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം ഏതാണ്ട് വേർമിസെല്ലി ഉപ്പുമാവ്, അതായത് സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.